നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ നമ്മുടെ മദ്രസയിൽ തൊട്ടേ പഠിച്ചിട്ടുള്ള 2 ആയത്തുകളാണ് ആമന റസൂലു. ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠത നമുക്കറിയാം. ആയത്തുൽ കുർസി നമ്മൾ എപ്പോഴും ഓതാറുള്ളതാണ്. പക്ഷേ ഈ ആമന റസൂലു എന്ന ആയത്തുകളുടെ ശ്രേഷ്ഠത എന്താണ്, അല്ലെങ്കിൽ ഇത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് എന്നൊന്നും പല ആളുകൾക്കും അറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ ആമന റസൂലു എന്ന ആ ആയത്തുകളുടെ ശ്രേഷ്ഠത എന്താണെന്ന് വിശദമായി നമുക്കൊന്ന് കേൾക്കാം. വിശുദ്ധമായ സൂറത്തുൽ ബഖറ, ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണല്ലോ സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, ഈ ആയത്തുകൾക്ക് പറയുന്ന പേരാണ് ആമന റസൂലു. ഈ ആമന റസൂലു എന്ന ഈ ആയത്തുകൾക്ക് ഏകദേശം 24ഓളം മഹത്വങ്ങളുണ്ടെന്നാണ്. 24 മഹത്വങ്ങൾ, ശ്രേഷ്ഠതകളുണ്ട്. ഇത് ഓതുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം വേറെയാണ്, ഇത് മനഃപ്പാഠമാക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം മറ്റൊന്നാണ്. എല്ലാം വിശദമായി നമുക്ക് വീഡിയോയിലൂടെ കേട്ടാലോ. ആമന റസൂലു ഏതൊക്കെ സമയത്താണ് ഓതേണ്ടത്, ഏതൊക്കെ സമയത്ത് എത്ര പ്രാവശ്യം വെച്ച് ഓതിയാൽ എന്തൊക്കെ നേട്ടങ്ങളാണ്, ഗുണഫലങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. നമ്മുടെ പൂർവികന്മാർ തൊട്ടേ എല്ലാവരും പാരായണം ചെയ്യുന്ന ഈ ആമന റസൂലു, ഈ 2 ആയത്തുകൾ, അവയുടെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും ഇത് പാരായണം ചെയ്യാം. ആമന റസൂലു എങ്ങനെയാണ് ഓതേണ്ടത്, ഈ ആമന റസൂലു എന്ന ഈ ആയത്തുകളുടെ അർത്ഥം എന്താണ്, നമുക്കൊന്നറിയണ്ടേ? കേട്ടു നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ, ബഹുമാന, ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള സലാമത്തുകളും അള്ളാഹു നൽകട്ടെ. വിശുദ്ധമായ ഖുർആൻ നിത്യമായി പാരായണം ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ ആയത്തുകളിൽപ്പെട്ട ഒരായത്താണ് ആമന റസൂലു എന്ന് നമ്മൾ സാധാരണ പേര് പറയാറുള്ള സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. നമ്മളൊക്കെ ആയത്തുൽ കുർസി ഓതാറുണ്ട്, അത് മനഃപ്പാഠമുണ്ട്. പക്ഷേ ഈ ആമന റസൂലു അത് ഇച്ചിരി വലിയ ആയത്തുകളാണ് ഉസ്താദെ, അതുകൊണ്ട് അതിങ്ങനെ ഞങ്ങൾ മനഃപ്പാഠമാക്കിയിട്ടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആമന റസൂലു, ഈ ആമന റസൂലുവിൻ്റെ 24 ശ്രേഷ്ഠതകളുണ്ട്, 24 മഹത്വങ്ങളുണ്ട്. മാത്രമല്ല ഈ ആമന റസൂലു എന്ന ഈ 2 ആയത്തുകൾ ഓതുന്ന ഒരു മനുഷ്യന് കിട്ടുന്നത് 7 വമ്പൻ കൂലികളാണ്. ഇത് മനഃപ്പാഠമാക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് 4 വലിയ പ്രതിഫലങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് നിന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഒന്നാമതായി കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് പോയല്ലോ. ആ മിഅ്റാജിന്റെ യാത്രയിൽ, ആ ഇസ്രാഇന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് 3 സമ്മാനങ്ങൾ നൽകി എന്നാണ്. 3 സമ്മാനങ്ങൾ നൽകി. എന്താണ് 3 സമ്മാനങ്ങൾ? ഒന്നാമത്തേത് അത് 5 വഖത്ത് നിസ്കാരമാണ്. രണ്ടാമത്തേത് ആമന റസൂലു എന്ന ഈ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളാണ്. മൂന്നാമതായി നബിതങ്ങളും അള്ളാഹും തമ്മിലുള്ള ഒരു വാഗ്ദാനമാണ്, ഒരു കരാറാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് സമ്മാനമായി കൊടുത്തിട്ടുള്ള ആയത്തുകളാണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്. നമ്മളൊക്കെ ഹദ്ദാദ് റാത്തീബിൽ ഓതാറുണ്ട് ഈ ആമന റസൂലു. അതുപോലെ തന്നെ മറ്റ് സമയത്തൊക്കെ നമ്മൾ ഓതാറുള്ളതാണ്, ഓതേണ്ടതാണ്. ആയത്തുൽ കുർസി മാത്രമല്ല, ആമന റസൂലു എന്ന് തുടങ്ങുന്ന ഈ ആയത്തുകളും നമ്മൾ ഓതൽ വളരെ അത്യാവശ്യമാണ്. കാരണം അത്രമാത്രം പ്രതിഫലങ്ങളാണ് ഇത് ഓതുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നത്. നമുക്കൊന്ന് ഓതി നോക്കിയാലോ? എല്ലാവരും നോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി
لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഇതാണ് ആമന റസൂലു. ഇത് നമ്മൾ മദ്രസ തൊട്ടേ മനഃപ്പാഠമാക്കിയതാണ്. അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ഓതാം. ആമന റസൂൽ ഓതിയാൽ കിട്ടുന്ന ശ്രേഷ്ഠതകൾ ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോവുകയാണ്. കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ ആമന റസൂലു എന്ന ഈ 2 ആയത്തുകൾ ഒരു ദിവസം ഓരോ ദിവസവും അവൻ നിത്യമായി കൃത്യമായി ഓതുകയാണെങ്കിൽ ശിർക്ക് അല്ലാത്ത മുഴുവൻ പാപങ്ങളും അല്ലാഹു അവനിക്ക് പുറത്തു തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചെയ്തു പോകുന്ന ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ ഈ ആമന റസൂൽ എന്ന ഈ 2 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ മതി എല്ലാ ദിവസവും. വീണ്ടും നമുക്ക് കാണാം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആമന റസൂലു എന്ന ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇത് ഓതിക്കഴിയുമ്പോൾ ആമീൻ പറയുമായിരുന്നു. സ്വഹാബിമാര് ഇത് ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുമായിരുന്നു. കാരണം ഈ ആമന റസൂലു എന്നുള്ളത് അതൊരു ദുആയാണ്. ദുനിയാവും ആഖിറവും എല്ലാം ചോദിക്കുന്ന ഒരു ദുആയാണ്. അതുകൊണ്ട് ഇത് ഓതിക്കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. വീണ്ടും ഒരു മഹത്വം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്താ നബി തങ്ങൾ പറയുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതമ സൂറത്തുൽ ബഖറ ബിആയതൈനി അഅ്താനിഹിമാ മിൻ കൻസിഹിൽ ലദീ തഹ്തൽ അർശ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അർശിന്റെ താഴ്ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ആമന റസൂലു എന്ന 2 ആയത്തുകൾ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഫതഅല്ലമൂഹുമാ വഅല്ലിമൂഹുമാ നിസാഅകും വഅബ്നാഅകും. ഈ 2 ആയത്തുകൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ പഠിപ്പിക്കണേ, നിങ്ങളുടെ മക്കളെയും നിങ്ങൾ പഠിപ്പിക്കണേ. കാരണം അത്രമാത്രം ശ്രേഷ്ഠതകളുള്ള ഒരു ആയത്താണ് ഈ ആമന റസൂലു എന്നുള്ളത്. വീണ്ടും നമുക്ക് കാണാം വഇന്നഹുന്ന ദുആ. ഈ ആമന റസൂൽ എന്നുള്ളതൊരു ദുആയാണ്. ഇത് 7 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ദുആയാണ്. നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും നമ്മുടെ പരലോകവും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും ഉണ്ടാവണമെന്നുള്ള തേട്ടങ്ങളുള്ള 7 ദുആകൾ ചേർത്തിട്ടുള്ള ആയത്താണ് ആമന റസൂലു. പിന്നെയോ 6ാമതായി ഇതിന്റെ മഹത്വം പറയുന്നത് വഇന്നഹുന്ന യുദ്ഖിൽനൽ ജന്ന. ഇത് ഈ ആയത്ത് ഓതിയ ഒരു മനുഷ്യൻ അവൻ സ്വർഗ്ഗത്തിൽ കടക്കുന്നതാണ്. സ്വർഗ്ഗത്തിൽ കടക്കും, അത് തീർച്ചയാണ്. പിന്നെയോ വഇന്നഹുന്ന യുർദീന റഹ്മാൻ. അല്ലാഹുവിനെ സന്തോഷിപ്പിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ 2 ആയത്തുകൾ ഓതണമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹനെ സന്തോഷിപ്പിക്കാൻ ഈ ആയത്തുകൾ മതിയാകുന്നതാണ്. വീണ്ടും നമുക്ക് കാണാം 8ാമതായി പറയുന്നു വഹുമാ യശ്ഫിയാൻ. ഇത് രോഗങ്ങൾക്കുള്ള ശിഫയാണ്. മാനസികമായ ശാരീരികമായ രോഗങ്ങൾക്കുള്ള ശിഫയാണ്. എന്തെങ്കിലും ടെൻഷനുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ആയത്ത് ഒരു 3 പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചത്തൂതിൻ ഇൻഷാ അല്ലാഹു തആല ടെൻഷനുകൾ മാറ്റി നൽകും. പിന്നെ 9ാമതായി വഹുമാ യുഹിബ്ബുഹുമുല്ലാഹ്. ഈ 2 ആയത്തുകളെ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ ആയത്തുകൾ ഓതുന്നവനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. 10ാമത്തെ പ്രതിഫലം, രാത്രിയിൽ ഒരു മനുഷ്യൻ ഈ ആമന റസൂലു എന്ന ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഫഖദ് അക്സറ വ അതാബ. അല്ലാഹുവിനോട് കൂടുതൽ അടുക്കുവാനും അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കുവാനും അത് കാരണമാണെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 11ാമത്തെ ഈ ആമന റസൂലുവിൻ്റെ 11ാമത്തെ പ്രത്യേകത, ഇതൊരു ദുആയാണ്, ഇതൊരു ഖുർആൻ ആയത്താണ്, ഇതൊരു ദിക്റാണ്.
ഇതൊരു ദിക്റാണെന്ന നിലയിലും ഉമ്മമാരെ നിങ്ങൾക്ക് ഓതാവുന്നതാണ്. 12-ാമതായി പറയുന്നു, ഒരു മനുഷ്യൻ രാത്രിയിൽ, അതായത് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒരാൾ ഇത് ഓതിക്കഴിഞ്ഞാൽ കഫത്താ, അവനിക്കത് മതിയാകുന്നതാണ്. അതായത് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അവൻ ഓതിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇശാക്ക് ശേഷം ഓതിക്കഴിഞ്ഞാൽ, ഉറങ്ങുന്നതിന് മുമ്പ് ഓതിക്കഴിഞ്ഞാൽ കഫത്ത, അവനിക്ക് ഈ 2 ആയത്തുകൾ മതിയാകുന്നതാണ്. കാരണം നബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഈ ഹദീസിന്റെ ആശയത്തിൽ കാണാം, അതായത് രാത്രി നിസ്കരിച്ചതിന് തുല്യമായ പ്രതിഫലം കിട്ടുന്നതാണ് ഈ ആമന റസൂലു എന്ന ഈ 2 ആയത്തുകൾ ഓതിയാൽ. 13-ാമത്തെ പ്രത്യേകത, ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയെ, താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഖുർആനിൽ നിന്നും ഇഷ്ടപ്പെട്ട ആയത്ത് ഏതാണ്? അതോടൊപ്പം തന്നെ നബി തങ്ങളോട് വീണ്ടും ആ സ്വഹാബി ചോദിക്കുന്നു, ഏത് ആയത്തിൽ പറഞ്ഞ നേട്ടങ്ങളാണ് താങ്കളുടെ ഉമ്മത്തീങ്ങൾക്ക് ഉണ്ടാവാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് നബിയെ? ആ സമയത്ത് നബി തങ്ങൾ ഈ 2 ചോദ്യത്തിനുമുള്ള ഉത്തരമായി പറഞ്ഞത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളാണ്. ആമന റസൂലുവാൻ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അതുപോലെ എൻ്റെ സമുദായത്തിന് ഏറ്റവും കൂടുതലായി കിട്ടേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ സമുദായത്തിന് കിട്ടേണ്ടതെന്ന് സൂചിപ്പിക്കുകയാണ്. 14-ാമതായി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നു, ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി രാത്രി ആയത്തുൽ കുർസിയും ആമന റസൂലും ഓതാതെ കിടക്കുകയില്ല. ഈ ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട് എങ്കിൽ അടുത്ത പണി ചെയ്യേണ്ടത് കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസിയും ആമന റസൂൽ ഓതിയിട്ട് വേണം കിടക്കാൻ. 15-ാമതായി ഇതിൻ്റെ പ്രത്യേകത കാണുന്നത്, ശത്രുക്കൾ, അത് മനുഷ്യനാവട്ടെ, ജിന്നാവട്ടെ, റൂഹാവട്ടെ, ജന്തുക്കളാവട്ടെ, ജീവികളാവട്ടെ, എല്ലാത്തിൽ നിന്നും കാവലുണ്ടാകും. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ, വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ, നമുക്ക് അല്ലാഹുവിൻ്റെ വലിയ സഹായം കിട്ടിക്കൊണ്ടിരിക്കും, വലിയ കാവലുണ്ടാകും, ഹിഫ്ളുണ്ടാകും. 16-ാമതായി ഇതിൻ്റെ പ്രതിഫലം പറയുന്നത്, കണ്ണേറ്, സിഹർ, അസൂയ, കരിനാക്ക് തടയാനും ഇത് ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്താൽ ബുദ്ധി കൂർമ്മത ഉണ്ടാകുന്നതാണ്. 17-ാമത്തെ ഇതിൻ്റെ പ്രത്യേകത പറയുന്നത്, ഈ ആയത്തുകൾ, ഈ ആമന റസൂലു എന്ന ഈ 2 ആയത്തുകൾ എഴുതി ഒരു കടലാസിൽ വെച്ച് തലയിണയിൽ വെച്ച് കിടന്നുറങ്ങിയാൽ അവനിക്ക് മനസ്സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നതാണ്, ശാന്തി ഉണ്ടാകുന്നതാണ്. 18-ാമതായി ഇതിൻ്റെ പ്രതിഫലം പറയുന്നത്, ചെറിയ കുട്ടികൾ, അവിടെ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ തൊട്ടിലുണ്ടല്ലോ, തൊട്ടിൽ കെട്ടും. ആ തൊട്ടിലിൻ്റെ കയറിലോ അല്ലെങ്കിൽ അതിൻ്റെ പടിയിലോ എന്ത് ചെയ്യുക, ആമന റസൂൽ എഴുതിയ പേപ്പർ നമ്മൾ അതിൽ സുരക്ഷിതമായി വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പൈശാചികമായ ഉപദ്രവം ഉണ്ടാവില്ല. ഇനിയോ 19-ാമത്തെ പ്രത്യേകത, ഒരു മനുഷ്യൻ ഇത് മനഃപ്പാഠമാക്കിയിട്ട് എല്ലാ ദിവസവും ഇത് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിത വിഭവത്തിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കുമെന്നാൽ, ജീവിത വിഭവത്തിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കും. അവൻ്റെ മക്കൾ, അവൻ്റെ സന്താനം, അവൻ്റെ കച്ചവടം, അവൻ്റെ ബിസിനസ്, എല്ലാത്തിനും അല്ലാഹു ബറക്കത്ത് കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ 20-ാമത്തെ ഇതിൻ്റെ പ്രത്യേകത പറയുന്നത്, വീട്ടിലോ നമ്മുടെ വാഹനത്തിലോ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലോ ഇത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഓതുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ വിജയവും ബറക്കത്തും അല്ലാഹുവിൻ്റെ ഖൈറും ഉണ്ടാകും. 21-ാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? രോഗങ്ങൾ മാറാൻ, രോഗികളായി മാറാതിരിക്കാൻ 11 ദിവസം ഇത് തുടർച്ചയായി ഓതി, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതി, അത് ആ വെള്ളത്തിൽ മന്ത്രിച്ച് ഇത് നമ്മൾ കുടിക്കുക. രോഗികളായ ആളുകളുണ്ടെങ്കിൽ അത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. അവർക്കിതൊരു ആത്മീയമായ ചികിത്സയാണ്, ആത്മീയമായ മരുന്നാണ്. ഇനി 22-ാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഘോരമായ ശബ്ദം കേട്ടു. നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ആ ശബ്ദം കേട്ടത് ജിബ്രീലേ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, അത് ആകാശത്ത് ഒരിക്കലും തുറക്കപ്പെടാത്ത ഒരു വാതിൽ തുറന്നതിൻ്റെ ഒച്ചയാണ് കേട്ടത്, ശബ്ദമാണ്. അതിൽ നിന്നും ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഒരു മലക്ക് വരുന്നുണ്ട്. ആ മലക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നബിയെ, താങ്കൾക്ക് 2 പ്രകാശങ്ങൾ അല്ലാഹു തആല നൽകാൻ പറഞ്ഞു. ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ എന്ന പ്രകാശമാണ്. രണ്ടാമത്തേത് ഖവാതീമുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളാണ്. 23-ാമത്തെ പ്രത്യേകത, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഇറക്കി കൊടുത്തത്. പക്ഷേ ആമന റസൂലു എന്നുള്ള ഈ ആയത്തുകൾ അത് നബി തങ്ങൾക്ക് അല്ലാഹു നേരിട്ട് കൊടുത്തതാണ്, ഒരു മലക്ക് വഴിയല്ല കൊടുത്ത്, നേരിട്ട് കൊടുത്തതാണ്. അപ്പം അതിന് ശ്രേഷ്ഠത ഏറെയാണ്. 24-ാമത്തെ പ്രത്യേകത,
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ ഒരാൾ വന്നിട്ട് ഇസ്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആമന റസൂൽ ഒന്ന് ഓതി കേൾപ്പിച്ചാൽ മതി, അവനിക്ക് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാകുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. നമുക്കിനി ഇതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയ ശ്രേഷ്ഠതകൾ പഠിച്ചു. ഇനി നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ? ആമന റസൂൽ എന്നതിൻ്റെ അർത്ഥം നോക്കിയാലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമനർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുകയാണ് തൻ്റെ രക്ഷിതാവിങ്കൽ നിന്ന് തങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിൽ, അതായത് വിശുദ്ധമായ ഖുർആൻ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു, മുഅ്മിനീങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലി, അവരെല്ലാവരും അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും അവൻ്റെ പ്രവാചകന്മാരിലും എല്ലാവരിലും വിശ്വസിച്ചിരിക്കുകയാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കിടയിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും യാതൊരു തരത്തിലുള്ള ഒരു വിഭാഗീയതയും കൽപ്പിക്കാത്ത കാണാത്ത ആളുകളാണ്. വഖാലു, അവർ ഇപ്രകാരം പറയുന്നവരാണ്. സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുകയാണ്, ഞങ്ങൾ അനുസരിച്ചിരിക്കുകയാണല്ലോ. ഗഫ്റാനക റബ്ബനാ, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ അല്ലാ. വ ഇലൈക്കൽ മസീർ, അല്ലാഹുവേ നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും നിർബന്ധിക്കില്ല, അതായത് ഒരു നഫ്സിനോടും അല്ലാഹു തആല നിർബന്ധിക്കില്ല. ആ നഫ്സിന് കഴിയുന്ന ഒരു കാര്യമല്ലാതെ അല്ലാഹു തആല നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ലഹാ മാ കസബത്ത് വ അലൈഹാ മക്തസബത്ത്, ഓരോരുത്തരും പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം അത് അവരവർക്ക് തന്നെയാണ്. ഓരോരുത്തരും പ്രവർത്തിച്ച നല്ല കാര്യമാവട്ടെ മോശകാര്യമാവട്ടെ അതിൻ്റെ മോശവശവും അതിൻ്റെ നല്ല വശവും അനുഭവിക്കേണ്ടത് അവർ തന്നെയാണ്. റബ്ബനാ ലാ തുആഖിദ്നാ, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുതേ അല്ലാ. ഇന്ന സീനാ, ഞങ്ങൾ മറന്നുപോയി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനെ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാ. ഔ വഖ്തഅനാ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതിനെയും ഞങ്ങളിൽ നിന്നും പിടിച്ച് നീ ശിക്ഷിക്കല്ലേ അല്ലാ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു, അല്ലാഹുവേ നീ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതല്ലാ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊടുത്തിരുന്നു, അതുപോലെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. റബ്ബനാ വലാ തുഹമ്മിൽന, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ അല്ലാ. മാലാ ത്വാഖത ലനാ ബി, ഞങ്ങൾക്ക് കഴിവില്ലാത്തതിനെ നീ ഞങ്ങളുടെ മേൽ ഏൽപ്പിക്കരുത് അല്ലാ. വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ. വഗ്ഫിർ ലനാ, ഞങ്ങളോട് നീ പൊറുത്തു തരണേ അല്ലാ. വർഹംനാ, ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണേ അല്ലാ. അന്ത മൗലാന, അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, രക്ഷാധികാരി നീയാണ്. ഫൻസുർനാ, അതിനാൽ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളുടെ ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഇതാണ് ആമന റസൂലുവിൻ്റെ ഏകദേശ അർത്ഥം. അപ്പോൾ നമ്മൾ അർത്ഥം പറഞ്ഞു, ആമന റസൂലു എന്ന ആ 2 ആയത്തുകളുടെ ശ്രേഷ്ഠത പറഞ്ഞു, ഇത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിത്യമായി ഓതാനുള്ള വലിയ തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമ്മുടെ അർഷദ് ബദരി ഒഫീഷ്യൽ എന്ന് പറയുന്ന ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾ കാണുക, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധത്തിലുള്ള ഖൈറുകളും സലാമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ബറക്കത്തുകളും അല്ലാഹു നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.